ഹായ് ഹലോ. ഇത് എൻ്റെ ഡെലിവറി സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഓക്കെ, അപ്പം നമ്മളതിൽ പറഞ്ഞു നിർത്തിയത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് വരെയുള്ള സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. എന്നിട്ട് നേരെ കൊണ്ടുപോയത് എമർജൻസി സെഷനിലേക്കാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി ബി പിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ കൊണ്ടുപോയത് ലേബർ റൂമിൽ അകത്തോട്ട്, അവിടെ ഒരു റൂമുണ്ട്, അതിലോട്ട് കൊണ്ടുപോയി. അപ്പോഴും എൻ്റെ ചുറ്റോറും പ്രസവിക്കാനായിട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ കൊണ്ടുപോയി. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് ഉണ്ടായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് അവിടെ എത്തിയതിന് ശേഷം അതിന് കാര്യമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, എന്നിട്ട് എനിക്ക് യൂറിൻ ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യൂറിൻ എല്ലാം കളക്ട് ചെയ്ത് കൊടുത്തു ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഡോക്ടർ വന്നു, എൻ്റെ മാം വന്നിട്ട്, മാമിൻ്റെ പേഷ്യൻസ് തന്നെ തൊട്ടടുത്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ പി വി ഒക്കെ ചെയ്യുന്നത് നമുക്കിങ്ങനെ കേൾക്കാട്ടോ. ആ പി വി ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമേ അവിടെ കേർട്ടൻസ് ഇടുള്ളൂ. എല്ലാ സമയത്തും നമുക്ക് ഇവരൊക്കെ കാണാം. ഇപ്പം മാം ഓരോ സ്ഥലത്ത് ഓരോ പേഷ്യന്റിനെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അവരെ ചീറലൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നില്ലാണ്ട് വേറെ നിവർത്തിയില്ല നമുക്ക്. അതെല്ലാം സഹിച്ച് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചു. അപ്പം നോക്കുന്ന സമയത്ത് ഡോക്ടർ കയ്യിൽ ഒരു സ്റ്റീലിന്റെ ഒരു കോര് പോലത്തെ സാധനമൊക്കെ ഞാൻ കണ്ടു. എന്തോ പ്രത്യേക രീതിയിലുള്ള ഒരു സാധനം. അപ്പോൾ എനിക്കിത് എന്താണെന്ന് സംഭവം മനസ്സിലായില്ല. അപ്പം ഈ പി വി ചെയ്യലോ, കൈകൊണ്ടാണ് ഡോക്ടേഴ്സ് പി വി ചെയ്യുക. പക്ഷെ എനിക്ക് ഈ സാധനം കൊണ്ടാണ് നോക്കിയത്. നല്ലപോലെ പരിശോധിച്ചത് ഈ സാധനം കൊണ്ടാണ്. അത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. യൂറിൻ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, എനിക്ക് ഇൻഫെക്ഷൻ ആണ്. അപ്പം അതുകൊണ്ടാണ് കൈ കൊണ്ടല്ലാണ്ട് ഈ സാധനം വെച്ചിട്ട് നോക്കുന്നത്. 2 തവണ ഞാൻ സ്വർഗത്ത് പോയി വന്നു. അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു. ഞാൻ ഈ ബ്രീത്തിന്റെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കമാന്നൊരക്ഷരം പുറത്ത് വിണ്ടാണ്ട് സഹിച്ചു പിടിച്ച് കിടക്കുക തന്നെയാ. നല്ല വേദനയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വേദന ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറൊക്കെ നോക്കി, ഇങ്ങനെ ഇൻഫെക്ഷൻ ആണ് സംഭവം. പക്ഷെ എൻ്റെ സെർവിക്സ് ഒന്നും ഓപ്പൺ അല്ല. നമ്മൾ ഈ സെർവിക്സ് 10 സെന്റിമീറ്റർ ഡയലേറ്റ് ആയാലാണല്ലോ നമുക്ക് ഡെലിവറി നടക്കുക. പക്ഷെ എൻ്റെ സെർവിക്സ് ഒന്നും ഓപ്പൺ അല്ല. അപ്പം ഡെലിവറി അതിൻ്റെ ഒരു പെയിൻ അല്ല, ഇൻഫെക്ഷൻ്റെ പെയിനാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. നമുക്ക് നോക്കാൻ 2-3 ദിവസം ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഇന്നത്തോടു കൂടി എല്ലാം മാറുകയാണെങ്കിൽ നമുക്ക് ഇന്നൊക്കെയായിട്ട് ഡിസ്ചാർജ് ആവും, അല്ലെങ്കിൽ 2 ദിവസം കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അത് വേറൊരു ടെസ്റ്റിനൊക്കെ അയച്ചു, കൾച്ചർ ടെസ്റ്റ് കാര്യങ്ങൾ എന്തിനൊക്കെയോ. അത് നോക്കി സിവിയർ എങ്ങനെയാണ്, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ റൂമിലോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ അവിടെ നിന്ന് എന്നെ ലാബ് റൂമിലോട്ട് കൊണ്ടുപോയി. നമ്മൾ ശരിക്കുള്ള ലാബ് റൂം ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്നും വേറെ റൂമുണ്ട്. ആ റൂമിലോട്ടാണ് ഡെലിവറി ടൈമിൽ ആ റൂമിലോട്ടാണ് കൊണ്ടുപോവുക. അതുവരെ നമ്മൾ വേറെ റൂമിൽ, അതിന് മുന്നേ വേറെ റൂമിൽ, അങ്ങനെ കുറേ റൂംസ് ഉണ്ട് ഡെലിവറി നടക്കുന്നതിൻ്റെ ഉള്ളിൽ. ലേബർ റൂമിൻ്റെ അകത്ത് തന്നെ ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓരോ സെഷനിൽ നമുക്ക് ഓരോ സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടുപോവുക. അപ്പം ഇതെന്നെ നേരെ ലേബർ എടുക്കുന്നതിന് തൊട്ട് മുന്നിൽ റൂമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എനിക്കൊരു ട്രിപ്പ് ഇട്ടു, കാനിലൊക്കെ കുത്തി ട്രിപ്പൊക്കെ ഇട്ടു. വേറൊരു മെഡിസിൻ കൂടെ എടുക്കുന്നുണ്ട്. എനിക്കറിയില്ല അതെന്താന്ന്. സ്റ്റീറോയിഡ് ആയിരുന്നു കേട്ടോ സംഭവം. ആ സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല സ്റ്റീറോയിഡ് ആണ് സംഭവം. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്താ റൂമിൽ പോവാത്തത് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞാൻ ഈ വൈകുന്നേരം ആവാറായി ഞാൻ അവിടുത്തെ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എന്തെന്നെ റൂമിലോട്ട് മാറ്റാത്തത്, ഇത് കഴിഞ്ഞില്ലേ, ഇത് എപ്പോഴാണ് കഴിയുക ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഇത് 24 hours ആണ് ആ മെഡിസിൻ എനിക്ക് കയറണ്ടേ. സ്റ്റിറോയിഡ് ആണ്, അപ്പം അത് അത്രയും മണിക്കൂറുണ്ട്. അപ്പം അത് കയറിയാലേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ആ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ അവിടെ തന്നെ കിടന്നു, അട്ടം നോക്കിയൊക്കെ കിടന്നു. സമയം ഉറങ്ങിയിട്ടില്ല അന്ന്. സമയം ഇങ്ങനെ നോക്കുന്നുണ്ട്, സമയം ഇങ്ങനെ പോകുന്നുണ്ട്. കൂടെ 8-9 പേര് പിന്നെയും എഗൈൻ പ്രസവിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. ഉറക്കമില്ല, ഇവരുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, അവരുടെ അവസ്ഥ, സംഭവങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ അട്ടം നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി, റൂമിലോട്ട് മാറ്റി. അന്ന് എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ റൂമിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിലോട്ട് മാറ്റി പിറ്റേ ദിവസമായി. എനിക്കൊരു ഉച്ച സമയത്തോടു കൂടി എനിക്ക് പെയിൻ വരാൻ തുടങ്ങി, നല്ല പെയിൻ. അപ്പം എൻ്റെ മനസ്സിൽ ഓക്കെ, ഇൻഫെക്ഷൻ്റെ പെയിൻ ആണല്ലോ, ഡെലിവറി പെയിൻ ഒന്നല്ല, നമുക്ക് നോക്കാം, 2-3 ദിവസം കൂടെ ഒക്കെ നോക്കാം. ഇൻഫെക്ഷൻ്റെ പെയിൻ ആണ്. അപ്പം അത് സഹിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ എപ്പോഴും ഈ ബ്രീത്തിൻ്റെ എക്സസൈസ് നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പെയിൻ വരുന്ന സമയത്ത്. അങ്ങനെ അത് കഴിഞ്ഞു. അന്ന് രാത്രിയൊക്കെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ തന്നെ പെയിൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് ഞാൻ സഹിച്ചു പിടിച്ചിരിക്കുക കേട്ടോ. വേറെ അങ്ങനെ പറയുകയും ചെയ്തിട്ടില്ല കാര്യമായിട്ട്. പെയിൻ ഉണ്ട്, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് നല്ലോണം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ആ സമയത്ത് എത്തില്ലല്ലോ, പിന്നെ നമുക്ക് ആ പാഡ് അത്രയും സമയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, വാഷ് ചെയ്യണം. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റണല്ലോ. അപ്പം ഞാൻ അത് ഫോട്ടോ എടുത്തു, ഏട്ടൻ ഫോട്ടോ എടുത്തു. ഞങ്ങൾ ഡോക്ടർ റൗണ്ട്സിന് വന്ന സമയത്ത് നമ്മൾ കാണിച്ചു കൊടുത്തു.
മാം പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് നോക്കാം, ബ്ലീഡിങ് കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ എനിക്ക് പേടിയായി തുടങ്ങി കേട്ടോ. പിന്നെ രാത്രി ആവും തോറും എനിക്ക് മനസ്സിലിങ്ങനെ ഭയം വന്നു തുടങ്ങി. പെയിൻ 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 എന്നുള്ള സംഭവം. അഗെയിൻ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്ക് നല്ലോണം പെയിൻ വരാൻ തുടങ്ങി. പിന്നെ പിന്നെ എനിക്ക് എൻ്റെ എക്സസൈസ് ഒന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, നല്ല അടിപൊളി പെയിൻ ആയി തുടങ്ങി. മെല്ലെ മെല്ലെ എൻ്റെ അവസ്ഥ മാറാൻ തുടങ്ങി. നല്ലോണം പെയിൻ ഉണ്ട്. എനിക്ക് ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. ഈ വേദന കൊണ്ട് ദേഷ്യം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ആ ദിവസം അങ്ങനെ വേദനയൊക്കെ സഹിച്ച് പിടിച്ച് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയി. അതേ സമയത്ത് ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തവണ കൂടെ ഡോക്ടർ വന്നു, അത് ഡ്യൂട്ടി ഡോക്ടറാണ് വന്നേ. ഞാൻ പറഞ്ഞ ആ സാധനം കൊണ്ട് വന്നു ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ അമ്മ നേരെ പുറത്തോട്ട് ഇറങ്ങി, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഏട്ടനും എൻ്റെ അമ്മയും പിന്നെ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ, റൂമിൻ്റെ അകത്തുണ്ട്. അപ്പം ഏട്ടൻ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ അടിച്ചു കൊടുത്തുകൊണ്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. അപ്പം ഏട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നല്ല പെയിൻഫുൾ ആണ് എന്നൊക്കെ ഞാൻ വന്നിട്ട് കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇത് ചെയ്യാൻ സമയത്ത് ഏട്ടൻ ഭയങ്കര വിഷമായി. അത് പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റി, വേറെ നിവൃത്തിയില്ല. അങ്ങനെ അത് പക്ഷെ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് പെയിൻ വന്നിട്ടില്ല. ഫസ്റ്റ് സമയത്ത് ചെയ്ത അത്ര പെയിൻ വന്നിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. രാത്രി നല്ല പെയിൻ ആയിരുന്നു. പിറ്റേ ദിവസം മോർണിംഗ് പറഞ്ഞ പോലെ നല്ലോണം ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് ഡോക്ടർ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അഗെയിൻ ഡോക്ടർ കാണിച്ചു കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മളെ കൾച്ചറിന്റെ ടെസ്റ്റ് വന്നു. അതിലൊന്നും വലിയ അത്രയ്ക്കുള്ള സിവിയർ അങ്ങനെയല്ല, കുഴപ്പമില്ല. മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നല്ലോണം പെയിൻ ഉണ്ട്. ഇൻഫെക്ഷൻ്റെ ആണ് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മീൻസ് ഇൻഫെക്ഷൻ്റെ പെയിൻ തന്നെയാണ് മെയിനായിട്ട്. കാരണം എനിക്ക് സെർവിക്സ് ഒന്നും ഓപ്പൺ അല്ല, ചെക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷെ സെർവിക്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, അപ്പം എനിക്കിത് മനസ്സിലാവില്ല, ഇത് മാറുന്നില്ല. പക്ഷെ ശരിക്കും നമ്മൾ കൺട്രാക്ഷൻ ഫീലിംഗ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്ന, ആ പെയിൻ കാര്യങ്ങളും വരിക പോവുക അങ്ങനത്തെ ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. അങ്ങനെ 3 ദിവസം ഞാനിവിടെ കിടന്നു. 4ാമത്തെ ദിവസം തോന്നുന്നു എനിക്ക്, 4ാമത്തെ ദിവസമാണ് എനിക്ക് നല്ലോണം പെയിനായി. എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായി. അന്നൊരു ഞായറാഴ്ച ആയിരുന്നേ. അടിപൊളി പെയിൻ എന്ന് പറഞ്ഞാൽ അടിപൊളി പെയിൻ. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ ചത്തുപോകും, എനിക്ക് പറ്റുന്നില്ല സഹിക്കാനായിട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സിസേറിയൻ ചെയ്യ്. എനിക്കിനി ഒരു ദിവസം പോലും എനിക്കിത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഡെലിവറി ഒന്ന് നടത്തിയേ പറ്റുള്ളൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്യാനായി അവസാനം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുത്ത് താ, കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പെയിൻ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഡെലിവറി സമയത്ത് വന്നിട്ട് നേരെ സിസേറിയൻ ചെയ്യാം, അപ്പം ആ ടൈമിലുള്ള ഡെലിവറി പെയിൻ നമുക്ക് അനുഭവിക്കണ്ടല്ലോ, അതിന് ശേഷമുള്ള പെയിൻ അനുഭവിച്ചാൽ മതിയല്ലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. ഓപ്പറേഷൻ കഴിഞ്ഞുള്ള പെയിൻ അതൊരു വേറെ പെയിനാണ്, അത് എല്ലാവർക്കും അറിയാം, സിസേറിയൻ കഴിഞ്ഞവർക്ക് അറിയാം. അത് കഴിഞ്ഞുള്ള പെയിൻ അടിപൊളി പെയിനാണ്. നോർമൽ ഡെലിവറി ആണെങ്കിലും അടിപൊളി പെയിൻ. അത് ഞാൻ നേരിട്ട് കണ്ട ആളാട്ടോ. ഇവരെ കരച്ചിലും ഇവരെ വേദനയൊക്കെ നേരിട്ട് ഞാൻ കണ്ട ആളാണ്. അതും പറഞ്ഞ അന്ന് ഞാൻ തീരുമാനിച്ചത് എനിക്ക് നോർമൽ ഡെലിവറി എനിക്ക് വേണ്ട, സിസേറിയൻ മതി. ഓക്കെ, അപ്പം എനിക്കറിയാം എൻ്റെ വയറ്റിലുള്ള ബേബി ഇച്ചിരി ഉണ്ടാവുള്ളൂ, രണ്ടുപേരും ഇത്രേ ഉണ്ടാവുള്ളൂ. NICU എന്തായാലും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അവരെ, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ആ സമയത്ത് എനിക്ക് അവരുടെ മുഖം പോലും എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. എനിക്കിത് എങ്ങനെയെങ്കിലും പുറത്തോട്ട് എനിക്ക് വന്നാൽ മതി, എനിക്ക് വേറെ ഒന്നും സഹിക്കാൻ പറ്റില്ല. പ്ലസ് ഇവരുടെ ചവിട്ട്, രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ചവിട്ടിന്റെ മേളായിരുന്നു. ഓക്കെ, അപ്പം അന്ന് ഉച്ച കഴിഞ്ഞു, രാത്രിയായി തുടങ്ങി, നല്ലോണം പെയിൻ വരുന്നുണ്ട്. ഡോക്ടേഴ്സ് വിളിച്ച് പറഞ്ഞിട്ട് ഏട്ടന്റെ ഫ്രണ്ട് പറഞ്ഞില്ലേ, ഏട്ടന്റെ ഫ്രണ്ടിനെ വിളിക്കും, ഏട്ടന്റെ ഫ്രണ്ട് നേരെ ഡോക്ടർക്ക് വിളിക്കും. അങ്ങനെ കിടന്ന് 3-4 തവണ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് അവരെന്റെ വയറിൽ ഇങ്ങനെ പ്രഷർ ചെയ്തിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പെയിൻ ഇല്ല. അങ്ങനെ അവര് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, എനിക്ക് പെയിൻ തുടങ്ങി. അങ്ങനെ ഇരുന്ന അവസ്ഥ. അങ്ങനെ അതും കഴിഞ്ഞ് അവസാനം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ഒട്ടും പറ്റണില്ല. അങ്ങനെ രാത്രിയായി, ഒരു 9 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഡോക്ടർക്ക് വിളിച്ചു. അങ്ങനെ ഡോക്ടർ എന്നെ നേരെ ലേബർ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് പോകുന്ന സമയത്ത് എനിക്ക് നല്ല സങ്കടമായിട്ടോ, കാരണം ഇവരുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്നുള്ള എനിക്ക് അലറി കരയണം എന്നുണ്ട്. പക്ഷെ ഇവരുള്ളത് കൊണ്ട് ഇനി ഇവർക്ക് സങ്കടമാവും വിഷമാവും എന്ന് വെച്ചിട്ട് ഞാൻ ഇതെല്ലാം സഹിച്ചു പിടിച്ചിരിക്കുക. ഓക്കെ, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, എനിക്ക് കരയാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ. ഇവരെ മുന്നിൽ ഞാൻ എങ്ങനെ പെടയും കിടന്നിട്ടെന്നുള്ളൊരവസ്ഥ. ഓക്കെ, അത് കഴിഞ്ഞ് ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ പോലെ കുറേ പേര് എൻ്റെ ചുറ്റോറുണ്ടാവും, ഞാൻ എങ്ങനെയാ അവിടെ കിടന്ന് കരയും. പക്ഷെ നമുക്ക് വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മളെ മനസ്സിൽ
ഉണ്ടാവില്ല കേട്ടോ. ലേബർ റൂമിൽ നിന്നാണെങ്കിലും നമ്മൾ കരയും, നമുക്ക് വേറെ ഒന്നും നോക്കാൻ പറ്റില്ല, നമ്മൾ കരയും. പക്ഷെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ഇവരുള്ളത് കൊണ്ട് എനിക്ക് ഒന്നിനും പറ്റുണ്ടായില്ല. അപ്പൊ ലേബർ റൂമിലോട്ട് കൊണ്ടുപോവാണ്. എൻ്റെ അമ്മ കരഞ്ഞു. അപ്പം എനിക്ക് പോകുന്ന സമയത്ത് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകണ്ടേ, എനിക്ക് ഇവരെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യാ, പെയിൻ മാറുന്നില്ല. അങ്ങനെ എൻ്റെ അമ്മയുടെ ഫേസ് ഞാൻ നോക്കിയില്ല സമയത്ത്, നോക്കണ്ടേ ആ ഒരു അവസ്ഥയിലായിരുന്നു. ഏട്ടന് ഞാൻ അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് ഒന്ന് നോക്കി കണ്ണെടുത്തു. അങ്ങനെ ലേബർ റൂമിനുള്ളിൽ എത്തി. ഭാഗ്യത്തിന് അന്ന് ഡെലിവറിക്ക് ആ സമയത്ത് തൊട്ട് ഒരു 9 മണി ആ ഒരു സമയമായി കാണും, ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, വേറെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഡെലിവറി ഒക്കെ കഴിഞ്ഞു തോന്നുന്നു. അത് റൂമിലോട്ട് മാറ്റി എന്താ അറിയില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. റൂമിലോട്ട് മാറ്റി എന്നെ അവിടെ കിടത്തി കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ചെയ്തു. ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ലോണം കരഞ്ഞു. കാരണം എനിക്ക് എന്താ അറിയില്ല, എൻ്റെ അച്ഛൻ്റെ ഫേസ് ഓർമ്മ വന്നു, അമ്മേനെ കാണുന്നു, ഏട്ടനെ എന്താണെന്ന് അറിയില്ല, എനിക്ക് കുറേ ഓർമ്മകൾ ഇങ്ങനെ വന്നു. ഞാൻ നല്ലോണം കരഞ്ഞു. പ്ലസ് വേദന കേട്ടോ, അടിപൊളി വേദന അപ്പോഴേക്കും ആയി. നിൽക്കുന്നില്ല പെയിൻ, വേദനിച്ചുകൊണ്ടേയിരിക്കുക. ഒരു കരയുമ്പോൾ ഒരു ആശ്വാസം, ആ ഒരു കരച്ചില് വരുമ്പോൾ ഒരു ആശ്വാസം കേട്ടോ. അങ്ങനെ മനസ്സ് തുറന്ന് കരയുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് സിസ്റ്റേഴ്സ് എല്ലാം എൻ്റെ കൂടെ വന്നിട്ട് പറയുന്നുണ്ട്, എടാ ബ്രീത്ത് ചെയ്യ്, നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ നല്ല അടിപൊളി ആയിട്ട് ട്രീറ്റ് ചെയ്തു കേട്ടോ. അതാണ് നമുക്ക് ഒന്നുകൂടെ മനസ്സമാധാനം. നല്ല അടിപൊളി സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ കുറേ നേരം കിടന്നു. അവരെനിക്ക് സഡേഷൻ്റെ മരുന്ന് ട്രിപ്പ് ഇട്ട് തന്നു. എനിക്ക് എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഇപ്പം ഡോക്ടർ പറഞ്ഞത് നാളെ, അതായത് രാത്രി 9 മണി സമയമൊക്കെ അല്ലേ എത്തിയത്. അപ്പം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച മോർണിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡെലിവറി എടുക്കാം എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം, അവസ്ഥ നോക്കിയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സഡേഷൻ ഏൽക്കുന്നില്ല. കുറെ പെയിൻ കില്ലേഴ്സ് തന്നു, അതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. എനിക്കാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വേദന കൊണ്ട് പൊളയാ. അങ്ങനെ ആ സമയത്ത് ഞാൻ നല്ലോണം കരഞ്ഞ് പെട്ടെന്ന് നോക്കിയ സമയത്ത് എൻ്റെ അമ്മ ലേബർ റൂമിൽ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, അതിനുശേഷം എൻ്റെ അമ്മ ഞാൻ കരയുന്നത് കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ അടുത്ത കരച്ചില്. അതെല്ലാം കഴിഞ്ഞ് അമ്മ പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ സിസ്റ്ററോട് ചോദിച്ചു, എന്താണ് സിസ്റ്റർ, എന്താണ് അവസ്ഥ, നമ്മൾ എന്താ ചെയ്യാ എന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കാവ്യേ ഇച്ചിരിയേ ഉള്ളൂ. ഓക്കെ, കാവ്യയുടെ ഉള്ളിൽ വയറ്റിൻ്റെ ഉള്ളിൽ 2 ചെറിയ കുഞ്ഞുവാവാളുണ്ട്. ഓക്കെ, കാവ്യക്ക് പെയിൻ എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ ഇൻഫെക്ഷന്റെ പെയിൻ ഉണ്ട്. പിന്നെ എനിക്ക് പീരിയഡ്സ് ടൈമിൽ പെയിൻ ഉണ്ടാവാറില്ല. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഡെലിവറി ടൈമിൽ പെയിൻ ഉണ്ടാവും അത്രേ, ആ പെയിൻ. പിന്നെ എനിക്ക് എന്തോ ഡെലിവറി കൺട്രാക്ഷൻ വന്ന് പോകുന്ന പെയിൻ, ഈ 3 പെയിൻ കൂടെയാണ് ഞാൻ അറ്റ് എ ടൈമിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നല്ല സുഖമുള്ള നല്ല വേദന. അങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഡോക്ടർ ഈ പറഞ്ഞ പോലെ ഏട്ടൻ്റെ അടുത്ത് എല്ലാവരുടെ പറഞ്ഞു വെച്ചായിരുന്നു, നമുക്ക് മൺഡേ ആക്കാം ഡെലിവറി, മൺഡേക്ക് സെറ്റ് ചെയ്യാം എന്ന രീതിയിലൊക്കെ വെച്ചു. ഏട്ടൻ പുറത്ത് എന്തോ ചായ കുടിക്കാൻ പോകുന്ന ടൈമിൽ ഏട്ടന് കോൾ വന്നു, കവനിപ്പോൾ തന്നെ കൊണ്ടുപോവാണ്, എമർജൻസി ആയിട്ട് കൊണ്ടുപോവാണ് സിസേറിയൻ ചെയ്യാനായിട്ട് എന്നുള്ളത്. അവർ ചായ കഴിക്കാൻ പോയി വാങ്ങിച്ചിട്ട് എന്തോ വയറെടുത്ത് വെച്ചിട്ടില്ല, ആ ടൈമിലാണ് കോൾ വന്നേ. വേഗം അവിടെ തിരിച്ചു വന്നു. എൻ്റെ കസിൻ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. ഓക്കെ, അങ്ങനെ ഡോക്ടർ വന്നിട്ടാണ് എൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് ഇത് വിളിച്ച് പറഞ്ഞ ഏട്ടനെ. ഡോക്ടർ വന്ന സമയത്ത് എനിക്ക് ഇത് പറഞ്ഞ അതിൽ വാങ്ങിച്ച് കരയാം. ഡോക്ടർ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പറ്റുന്നില്ല, വേഗം ചെയ്ത് തരണം എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ തന്നെ, ആടാ ഇനി പറ്റില്ല, നമുക്ക് ചെയ്യാം, ഇത് കൂടുതൽ നിന്നെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇനി അത് സഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഡെലിവറി നീട്ടി കൊണ്ടുപോകാം, കാരണം സെർവിക്സ് ഒന്നും ഓപ്പൺ അല്ല. പക്ഷെ എനിക്ക് ഉള്ള ആ പെയിൻ എനിക്ക് ഇത് കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചത്തുപോകും. ഓക്കെ, കാരണം അത് നിൽക്കില്ല, പെയിൻ നിൽക്കില്ല. എനിക്ക് അറിഞ്ഞൂടാ, വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് സിസേറിയൻ ഒക്കെ അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ഉള്ളവർക്ക് അറിയാം, നമ്മൾ അവിടെ നിന്ന് ഐസി അല്ല, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് മാറ്റുന്നത് ടെപ്പ എങ്ങനെയാണ്, എടുക്കുന്നു ഇടുന്നു, ഇവിടുന്ന് ആ ഇതിലോട്ട് കയറ്റുന്നു, അതിൽ കിടത്തുന്നു, അത് മൊത്തം ഓട്ടാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് അറിയില്ല, എനിക്ക് ഒന്നും ഓർക്കാൻ പോലുള്ള ടൈം കിട്ടുന്നില്ല, ഭയങ്കര ടയേർഡായിരുന്നു. വീട്ടുകാരെല്ലാവരും കാണിച്ചു തന്നു. അങ്ങനെ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് എത്തി. പറഞ്ഞ പോലെ ക്യാനിൽ വെക്കുന്നു, BP സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. നമ്മൾ മറ്റേ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ കെട്ടി തന്നു. അപ്പം തുടങ്ങി സംഭവം തുടങ്ങി, വാവസിനെ എടുക്കാറായി. അപ്പം ഫസ്റ്റ് ബേബിനെ എടുത്ത് തന്നു, ആൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, കാരണം ഓപ്പറേഷന് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനം.
എന്തെന്നില്ലാത്ത സമാധാനം. ഞാൻ അപ്പൊ തന്നെ ഒരു പ്രസവിച്ച സുഖമായിരുന്നിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം എനിക്ക് ഇത് കൂടുതൽ വേദന സഹിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് സിസേറിയൻ ചെയ്താൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ബേബീനെ എടുത്തു, മോനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത ആള് വരുന്നത്. അപ്പം സെക്കൻഡ് ബേബി ഇതാ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരെയും കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി കേട്ടോ, NICU കൊണ്ടുപോയി. അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ദിവസം എങ്ങാണ്ട് അവർ ഓക്സിജന്റെ ഒരു ഹെൽപ്പ് വേണ്ടി വന്നു. പിന്നെ അതും മാറ്റി. അപ്പം നേരെ അച്ഛന് വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുത്തു, അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ബേബീസിനെ. എന്നിട്ട് നേരെ NICU ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ എന്നെ നേരെ എല്ലാം കഴിഞ്ഞു. അവിടുന്ന് ICU മാറ്റി. ICU മാറ്റിയതിന്റെ ശേഷം എനിക്ക് എന്താണ് ഉണ്ടായിരുന്നത് എനിക്കൊന്നും ഒട്ടും ഓർമ്മയില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട് എനിക്ക് എന്താ ഉണ്ടായിരുന്ന ഒരു ഓർമ്മയില്ല. കാരണം എൻ്റെ സർവീസിൽ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ICU മാറ്റിയ സമയത്ത് എനിക്ക് നല്ല ഷിവറിങ് കാര്യങ്ങളൊക്കെ, അനസ്തേഷ്യ തന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നല്ല ഷിവറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് സ്റ്റിച്ച് ഇട്ട സമയത്ത് ഇതൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു, ICUൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒന്നും ഓർമ്മയില്ല. ICU മാറ്റിയതിന് ശേഷം എന്താ സംഭവിച്ചത് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ബോധം വന്നു, രാവിലെ കണ്ടാണ് ബോധം വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഫ്രഷ് ആക്കി തന്നു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വീൽ ചെയറിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പം സിസ്റ്റർ പറഞ്ഞു എണീക്കുമ്പോൾ തന്നെ നോക്കണം, തലയൊക്കെ ചുറ്റാനുള്ള ചാൻസ് ഉണ്ട്, നോക്കിട്ടാ തല ചുറ്റുന്നുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ എണീറ്റു. അങ്ങനെ സ്ട്രെച്ചറിന്ന് എണീറ്റു. എനിക്ക് അപ്പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. സ്ട്രക്ചറിന്ന് മീൻസ് കട്ടില് കിടക്കണല്ലോ, അതൊന്നും എനിക്ക് വീൽ ചെയറിലോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുള്ളൂ, അയ്യോ ഇതാണല്ലേ സിസേറിയൻ കഴിഞ്ഞായിട്ടുള്ള അവസ്ഥ എന്നാണ് ഞാൻ അപ്പൊ ആലോചിക്കുന്നത് കേട്ടോ. എനിക്കൊട്ടും പറ്റുന്നില്ല. അങ്ങനെ മെല്ലെ ഒരുവിധം പിടിച്ചിറങ്ങി ഇരുന്നു. റൂമിലെത്തി കഴിഞ്ഞ സമയത്തിന് ഞാൻ എന്തോ ഒരു അവസ്ഥയായിരുന്നു, എന്തോ ഒരു സുഖമായിരുന്നു എന്നറിയോ. ഞാൻ അനുഭവിച്ചിരുന്ന ആ വേദന ഒക്കെ ഞാനിങ്ങനെ ഓർത്തുപോയി. ഓക്കെ, അപ്പം ആ സമയത്ത് എനിക്ക് നോക്കുമ്പോൾ സിസേറിയൻ ചെയ്ത പെയിൻ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കും. പക്ഷെ മറ്റേ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സിസേറിയന്റെ പെയിൻ അതൊക്കെ ഭീകരമാണ്, രണ്ടും ഭീകരമാണ് കേട്ടോ. ഒന്ന് മേലെ ഒന്ന് താഴെ അങ്ങനെ ഒന്നുമില്ല, രണ്ടിന്റെയും പെയിൻ അതിഭീകരമാണ്. ഓക്കെ, ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്, സിസേറിയൻ അല്ല നോർമൽ ഡെലിവറി അല്ലേ, അവർ സിസേറിയൻ അല്ലേ നോർമൽ ഡെലിവറി അല്ലേ, അങ്ങനെയൊക്കെ വർത്താനം. അങ്ങനെ ഒന്നുമല്ല, രണ്ടും ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, രണ്ടിനും അതിൻ്റെതായ പെയിൻ ഉണ്ട്. ഓക്കെ, അത് കണ്ടവർക്കും അനുഭവിച്ചവർക്കും ഒക്കെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ റൂമിലോട്ട് മാറ്റി, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കിടക്കാം. അപ്പോൾ ബേബീസിനെ കാണണ്ടേന്ന് ചോദിച്ചു ചേട്ടൻ. അപ്പം കാണണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അവരെ വീഡിയോ ഫസ്റ്റ് അവർക്ക് കാണിച്ചു കൊടുത്ത വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് അവർ NICU NICU മാറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് പോയിട്ട് KMC ചെയ്യണം. അതായത് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കും അവരെ, കങ്കാരു മദർ കെയർ എന്നാട്ടോ അതിന് പറയാ. നെഞ്ചോട് ചേർത്ത് വെക്കും. അത് നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ പറഞ്ഞ പോലെ അവരെ ഗ്രോത്തിനും മെന്റൽ ഹെൽത്തിനും ഒക്കെ അടിപൊളിയാണ്. 2 മണിക്കൂറാണ് കേട്ടോ ചെയ്യുക. അപ്പം എനിക്ക് 2 ബേബീസ് ഉള്ളത് കൊണ്ട് ഒരാളെ 2 മണിക്കൂറും അത് കഴിഞ്ഞ് അപ്പുറത്താളെ 2 മണിക്കൂറും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് എണീക്കുമ്പോഴൊക്കെ അടിപൊളി പെയിനാണ്. അപ്പം 3-ാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഞങ്ങൾ കിടക്കുന്ന റൂമിൽ ഒരു 5000 സംതിങ് ആണ് കേട്ടോ റെന്റ് വരുന്നത്. അപ്പം ഇത്രയും കൊടുത്ത് നിൽക്കുന്നതായിട്ട് നല്ലത് വേറെ ഹോട്ടലിലോ കാര്യങ്ങളോ നിന്നോ എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം ഞാൻ ഡിസ്ചാർജ് ചെയ്തു, ബേബീസ് NICU അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ നിന്നിട്ടുണ്ടായിരുന്നത്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം KMC ചെയ്യാൻ ടൈം ആകുമ്പം രാവിലെ വരും, ഒരാൾക്ക് ചെയ്യും, വൈകുന്നേരം വരും, മറ്റൊരാൾക്ക് ചെയ്യും. അങ്ങനെ ഒരു 10 ദിവസം NICU ഉണ്ടായിരുന്നവർ 10 ദിവസം കഴിഞ്ഞുപോയി. അപ്പം NICU കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ, അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് കേട്ടോ. നമുക്ക് ഏറ്റവും ചെറിയ ബേബീസിനെ കാണാം, ഒരു 6 മാസം ആകുമ്പോൾ പ്രസവിച്ചിട്ടുള്ളവരൊക്കെ കാണാം, പാവം തോന്നും എല്ലാവരുടെ അവസ്ഥയും കാണുമ്പോൾ. പക്ഷെ അവിടുത്തെ നേഴ്സുമാരെ പറയാണ്ടിരിക്കാൻ വയ്യ, അത്ര അടിപൊളിയായിട്ടാണ് അവർ ആ ബേബീസിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. എത്ര അടിപൊളിയായിട്ട് ടേക്ക് കെയർ ചെയ്യും. നമുക്ക് കാണുമ്പോൾ തന്നെ ഞാനും കുറേ കാര്യങ്ങൾ പഠിച്ചത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ. നമുക്കൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്നൊക്കെ. കാരണം ബ്രസ്റ്റ് ഫീഡിങ് നടക്കില്ല, സെക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഒന്നും അവർക്ക് ആയിട്ടില്ല. അപ്പം ആ ചെറിയ സംഭവം ഗോകർണ വഴിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം 10 ദിവസം അങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് 4 ദിവസം സ്റ്റെപ്പ് ഡൗൺ NICU എന്ന് പറയുന്ന ഒരു സെഷനിലാണ് പിന്നെ കിടക്കുക. ഓക്കെ, അവിടെയും ഒരു 4 ദിവസം, കാരണം ബേബീസ് വെയിറ്റ് ലോസ് ആവും ഫസ്റ്റ് സമയത്ത് കേട്ടോ, ഡെലിവറി കഴിഞ്ഞ് വരുമ്പം. പിന്നെ അത് ഗ്രാജുവലി ഇങ്ങനെ കൂടി വരും. അപ്പം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബേബീസിന്റെ വെയിറ്റ് കൂടി. എനിക്ക് അവര് ഡെലിവറി ചെയ്ത സമയത്ത് അവർക്ക് 1.467 അങ്ങനെ എങ്ങാണ്ടോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ.
രണ്ടുപേർക്കും ഏകദേശം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് സമയത്തും എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് എനിക്ക് എത്രയാണെന്ന് ഓർമ്മയില്ല, 1.6 സംതിങ് എത്രയോ ആണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗസ്റ്റും കാര്യങ്ങളൊന്നും പാടില്ല, നമ്മൾ അവരെ അത്ര നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം, അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാണ്ട് നോക്കണം, എനിക്കും ഈ പറഞ്ഞ പോലെ പനിയും കാര്യങ്ങളൊന്നും വരാണ്ട് ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 2 മാസത്തോളം നമുക്ക് ഗസ്റ്റ് ഒന്നും വരാണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂർ കൂടുതലും ഇവർ ഫീഡ് ചെയ്യണം, ആ ഒരു സംഭവം. അതായത് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് തൊട്ട് എനിക്ക് ഇതുവരെ റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫുള്ള് ഈ പറഞ്ഞ പോലെ അവരെ പിന്നാലുള്ള നടത്തം ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇപ്പം രണ്ടുപേരും നോർമൽ ബേബീസിനെ പോലെ തന്നെ നല്ല അടിപൊളി വെയിറ്റും കാര്യങ്ങളൊക്കെ ആയി. ഓക്കെ, ഇപ്പം എല്ലാ കാര്യവും അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. രണ്ടാളും നല്ല ഹെൽത്തിയാണ്. ഓക്കെ, അപ്പം എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ സമയം ഞാൻ ഡെലിവറി കഴിഞ്ഞ് സ്റ്റിച്ചെല്ലാം കാര്യങ്ങളും, കാരണം നമുക്ക് നമ്മളോട് നടക്കാൻ പറയും ഡോക്ടേഴ്സ്. നല്ല സ്റ്റഡി ആയിട്ട് തന്നെ അങ്ങനെ നടന്ന് ഒന്ന് സെറ്റ് ആവണം എന്ന് പറയും. അപ്പം ഞാൻ അമ്മയുടെ കൈ പിടിച്ച് ആ വരാന്തയിൽ ഇങ്ങനെ നടക്കായിരുന്നു. അപ്പം എനിക്ക് 2 ഇത്താത്തമാര്, അത് കുറച്ച് പ്രായമുണ്ട് കേട്ടോ, ഇത്താത്തമാര് വന്നിട്ട് സിസേറിയൻ കഴിഞ്ഞതാവൂലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ സിസേറിയൻ കഴിഞ്ഞതാണ്, നടക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവര് ബേബി ഏതാ, ബോയ് ആണോ, അങ്ങനെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു അല്ല, ട്വിൻസ് ആണ്. അപ്പോൾ അപ്പോഴേക്കും ഒരു ഇൻഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഹാപ്പി. അപ്പം എവിടെ റൂം ഏതാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചൂണ്ടി കാണിച്ചു, ആ കോർണർ തട്ടത്തുള്ള റൂമാണ്. ഞാൻ കാണിച്ചത് അവർ ഓടി റൂമിന്റെ ഉള്ളിൽ എത്തിയിട്ട് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ബേബീസ് അവിടെ ഇല്ല, അവർ NICU-ലാണ്, NICU-ലോട്ട് മാറ്റിയേക്കാണെന്ന് പറഞ്ഞു. അപ്പം പല ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ട്വിൻ ബേബീസിനെ ഉണ്ടാകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവർ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിട്ട് എടുത്തു വന്ന് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്തും എവിടെ ആയിക്കോട്ടെ കുറച്ച് പേര് വന്ന് ഞങ്ങളടുത്ത് സംസാരിക്കാറുണ്ട്, ബേബീസിന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. കാണുമ്പോൾ ഹായ് ട്വിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പം രണ്ടാളും സുന്ദരക്കുട്ടനും സുന്ദരക്കുട്ടിയായിട്ട് ഇവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ ബേബീസിനെ പോലെ തന്നെയായി. ഒരു 2 മാസം കൊണ്ട് തന്നെ അവർ കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ വെൽ ഓക്കെ ആയിട്ടോ, നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. ബോറടിപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം സംഭവബഹുലമായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നുണ്ട്, അന്നതൊരു എന്താ പറയാ, വല്ലാത്തൊരവസ്ഥ. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.